ഹലോ ഗൈസ്, അപ്പോൾ ദേ ഇവിടെ വാവച്ചിക്ക് ചുമയും കോൾഡും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ശരിക്കും ഈവനിങ് റൊട്ടീനൊക്കെ എടുക്കാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇവിടെ ഒരാൾക്ക് ചുമയും കോൾഡൊക്കെ പിടിച്ചിരിക്കുന്നത്. ചെറുതായിട്ട് പനി പോലെ ഉണ്ട്, പക്ഷേ പനി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്ത് ഹോസ്പിറ്റലൊന്ന് കൊണ്ടുപോകാമെന്ന് ഓർത്തു, അല്ലെങ്കിൽ രാത്രി പണി കിട്ടും അല്ലേ. സോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോവാം അല്ലേ. പോകാം നമുക്ക്. ബാ. പേടിയുണ്ടോ ഹോസ്പിറ്റലിൽ പോകാൻ? ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയില്ല? ഇപ്പോൾ എടുക്കത്തില്ല, ബിക്കോസ് പനിയില്ലല്ലോ. ചെറുതായിട്ട് ചുമയും കോൾഡൊക്കെ അല്ലേ ഉള്ളൂ. പേടിക്കണ്ട, പോവാം നമുക്ക്. ബാടാ പോവാടാ. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട്. ഞാൻ വാവച്ചിയുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ചെറുതായിട്ട് പനിക്കുന്ന പോലെ എനിക്കൊരു ഫീലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴേ കൊണ്ടുപോകാൻ ഓർത്തത്. കാരണം രാത്രി ആകുമ്പോഴത്തേക്കും പനി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പാടാണല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പം ടെമ്പറേച്ചർ ഒന്നും കൂടെ ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പം പനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മരുന്നും വാങ്ങണം, ഡോക്ടറെയും കാണണം. വാവച്ചിനെ സ്കൂളിൽ ചേർത്തല്ലോ. സ്കൂളിൽ ചേർത്തതിന് ശേഷമാണ് വാവച്ചിക്ക് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു, ചുമ വരുന്നു, കോൾഡ് വരുന്നു, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം. അങ്ങനെ നമ്മൾ ടാബ്ലറ്റൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു, അല്ലെങ്കിൽ രാത്രിയിൽ നിന്ന് പെട്ടുപോയാലും. സോ ഇനി വാവച്ചിക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാം, പിന്നെ നമുക്ക് മരുന്ന് കൊടുക്കാം അല്ലേ. വാവച്ചി, ഇതാ നിനക്ക് കളറിംഗ് ബുക്ക് വാങ്ങിച്ചു ഞാൻ ഇടയ്ക്ക്. ഇഷ്ടമാണോ കളറിംഗ് ബുക്ക്? ഞാൻ മറ്റേ ഇത് ചോദിച്ചു, പക്ഷെ ആ കടയിലില്ല. മറ്റേ എന്തുവായിരുന്നു ആ കളറിൻ്റെ പേര്? വാട്ടർ കളറിങ്, അതില്ലായിരുന്നു. സോ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ അമ്മ. ഓക്കെ ആണോ? ഹാപ്പി? ഡിന്നർ കഴിച്ചു, മരുന്ന് കഴിച്ചു. അപ്പോൾ ഇത് വാവച്ചി ഇപ്പോൾ ഓക്കെ ആണ്. എന്നാലും ഞാൻ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാണ് കേട്ടോ. ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, എപ്പോഴും പനിയാണ്, ഇപ്പം കോൾഡാണ്, ചുമയാണെന്നൊക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ സ്കൂളിൽ ചേർത്തല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. കാരണം പിള്ളേർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തേക്ക് മാക്സിമം പനിയും കോൾഡും എല്ലാം ഉണ്ടാകും. ഇപ്പം എങ്ങനെയുണ്ട്? ക്ഷീണമുണ്ടോ? ടയർഡുണ്ടോ? കൊള്ളാന്നോ? പനി കുറഞ്ഞിട്ടുണ്ടോ മറ്റേ മരുന്ന് കഴിച്ചപ്പോൾ? അല്ലെങ്കിൽ ഇത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ല. കുറച്ച് മുന്നേ കുറച്ച് കിടപ്പായിരുന്നു. പനിയൊക്കെ ചെക്ക് ചെയ്തു, പക്ഷേ വാവച്ചിക്ക് ഇപ്പോൾ പനി കുറഞ്ഞിട്ടുണ്ട് അല്ലേ വാവച്ചി? അയ്യോ, തെർമോമീറ്റർ താഴെ പോയി. 1 മിനിറ്റ് എടുത്തു അമ്മ. ഇപ്പം എങ്ങനെയുണ്ട് വാവച്ചിക്ക്? ഫീൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ക്ഷീണം അങ്ങനെയൊക്കെ? ഇപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, യെസ്. ഹാപ്പി ആയില്ലേ? ചുമയില്ലല്ലോ ഇപ്പോൾ, കോൾഡില്ലല്ലോ. ഓക്കെ, അപ്പം ഇനി കിടന്നുറങ്ങാം കേട്ടോ. കഞ്ഞി കുടിക്കുന്നുണ്ടോ? ഇനി കുറച്ച് കഞ്ഞി കുടിക്കണ്ടോടാ? ഉറങ്ങാന്നാ? ഗുഡ് നൈറ്റ് പറയും. സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് മോർണിംഗ് വാവച്ചി. പനി മാറിയോ വാവച്ചി? പനിയൊക്കെ മാറി, പക്ഷെ വാവച്ചിട്ട് ഇപ്പോൾ ഫേസിൽ ഇങ്ങനെ ബോഡിയിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, റെഡിഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പോയി ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ബോഡിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു, അതായത് റെഡിഷും ഉണ്ട്, ഇച്ചിങ്ങും ഉണ്ട് അല്ലേ. കാണിക്കാട്ടാ കൊച്ചിനെ. പനി മാറിയില്ലേ? നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തി. ആ സമയത്ത് ഞാൻ വാവച്ചിയുടെ ഹൈറ്റും വെയിറ്റും ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇത് പനി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ റെഡ്നെസ് ആയിട്ട് വന്നത്. അപ്പം വാവച്ചിക്ക് ഭയങ്കര ഇച്ചിങ്ങും ഉണ്ട്. അത് അപ്പോൾ ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിട്ടോ. ഇപ്പോൾ വാവച്ചിക്ക് പനിയില്ല. അപ്പോൾ അതുകൊണ്ട് വാവച്ചിക്ക് മറ്റേ ബോഡിയിലുണ്ടായ ആ റെഡ്നെസ്സിനും ആ ഇച്ചിങ്ങിനും വേണ്ടിയിട്ടുള്ള മരുന്നും ബോഡി ലോഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ വന്നു. വാവച്ചിക്ക് വിശപ്പുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കാമെന്ന് ഓർത്തു. നമ്മളിപ്പം തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാടും നമ്മുടെ വീടും തമ്മിൽ അടുത്താണേ. ഞാൻ ടൊമാറ്റോ റൈസ് ആട്ടോ ഓർഡർ ചെയ്തേക്കണേ. വാവച്ചിക്ക് ടൊമാറ്റോ റൈസ് വേണ്ടെന്ന് പറഞ്ഞിട്ട് വാവച്ചിക്ക് നമ്മൾ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇവിടെ തമിഴ്നാടായതുകൊണ്ട് ടൊമാറ്റോ റൈസും കേഡ് റൈസും ഒക്കെ നല്ലതായിരിക്കും. അങ്ങനെ ഇതേ വാവച്ചിയുടെ നെയ് റോസ്റ്റ് വന്നു. അപ്പോൾ ആ നെയ് റോസ്റ്റ് വെച്ചുകൊണ്ട് 1 മണിക്കൂർ ഇരിക്കും. ആ നെയ് റോസ്റ്റിൽ പകുതി വാവച്ചി കഴിക്കും, ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ കഴിക്കേണ്ടി വരും ഷെയർ ചെയ്ത്. അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വാവച്ചിക്ക് ഒരു ടോയ് വാവച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് എടുത്ത് വെച്ചിരിക്കുകയാണ്. വാങ്ങണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കവാറും വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പനിയെല്ലാം കുറഞ്ഞതിൻ്റെ സന്തോഷമുണ്ട് അവർക്ക്. അത് മതിയോ? ഉറപ്പാണോ? ഇഷ്ടമായോ? വേറെ എന്തെങ്കിലും ടോയ്സ്?
ഉറപ്പിച്ചാ ലാസ്റ്റ് 2 ദിവസത്തേക്ക് കാണും ഇത്. അതഞ്ഞ് വാശി പിന്നെ മാറ്റിക്കളയും. ഉറപ്പാ? അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ആകെ മൊത്തം ടയേർഡായിട്ടുണ്ട് കേട്ടോ ഒന്നും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വേഗം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.